അസ്സലാമു ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കേരള പൊറോട്ട റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. വലിയ മുട്ട ആണെങ്കിൽ 1 മുട്ട എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോന് എടുത്തിട്ടുള്ളത് 2.5 കപ്പ് വെള്ളമാണ്. കുറച്ചായിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. കയ്യിലധികം മാവ് ഒട്ടിപ്പിടിക്കില്ല. ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇവിടെ ഇട്ട് നന്നായി ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്കിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് ടവൽ കൊണ്ട് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം എല്ലാം ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബോൾസെല്ലാം നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അതിന് വേണ്ടി കുറച്ച് മൈദപ്പൊടി കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് സൈഡിലും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തീൻ്റെ മാവ് പരത്തുന്ന പോലെ ഇത് പരത്തിയതിന് ശേഷം സൈഡിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ താഴത്ത് നന്നായി ഒട്ടിപ്പിടിക്കും. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയുള്ള മാവാണ് ഇവിടെ പരത്തിയിട്ടുള്ളത്. ശേഷം നമുക്ക് സൈഡിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് മൈദ കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഓരോരോ ചപ്പാത്തീൻ്റെ മാവും ഇതുപോലെ പരത്തി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സൺഫ്ലവർ ഓയിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മേലെ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മൈദ കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് കൂടുതൽ ഓയിൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മേലത്തെ ലെയർ ഇതുപോലെ വലിക്കുമ്പം തന്നെ ഇതുപോലെ വന്നോളും. ശേഷം നന്നായി ഇതുപോലെ സ്ലോയിൽ വലിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഇട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ബാക്കിയുള്ള മാവും നമുക്കതുപോലെ വലിച്ച് എടുത്ത് ഇതുപോലെ റോളാക്കി എടുത്ത് വെക്കാം. നമ്മൾ അടിച്ചെടുക്കാണ്ട് തന്നെ നമുക്ക് നന്നായി നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇങ്ങനെ ചെയ്താലും ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ എല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഓയിലെടുത്ത് കയ്യിൽ ഇതുപോലെ ചെയ്ത് നന്നായി പ്രസ് ചെയ്തെടുക്കുക. എല്ലാ പൊറോട്ടയും നമുക്കതുപോലെ ചെയ്തെടുക്കാം.
ആവശ്യത്തിന് ഓയിൽ കയ്യിലിങ്ങനെ ഇട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇതുപോലെ ചുട്ടെടുക്കുക. മേലെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ബാക്കിയുള്ള പൊറോട്ടേൻ്റെ മാവും നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഓരോ പൊറോട്ട ചുടുന്നതിനനുസരിച്ച് 3 പൊറോട്ട വെച്ച് ഇതുപോലെ നന്നായി അടിച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി അടിച്ചെടുക്കണം. 3 പൊറോട്ട വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടാൽ മനസ്സിലാവും നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാ പൊറോട്ടയും നമുക്ക് ചുട്ടെടുത്ത് ഇതുപോലെ നന്നായി അടിച്ചെടുക്കാം. അടുത്ത് നമുക്ക് ബീഫ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കിലോ എല്ലോട് കൂടിയ ബീഫ് വേണം, ചെറിയ പീസായി കട്ട് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി മീഡിയം സൈസ്, ചെറിയ ഉള്ളി, 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അടുത്ത് നമുക്ക് കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ അതിലേക്ക് സവാള കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്.
ശേഷം അടച്ചു വെച്ച് ഒരു 5 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങളെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. ഞാൻ ഇവിടെ 5 വിസിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്നിത് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി വാടി വരണം. ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫ് കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് കൂടെ ചേർക്കാം. ശേഷം അടച്ച് വെച്ച് സിമ്മിലിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള പൊറോട്ടയും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.